സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം സ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 46-ാമത്തെ ദശകം വായിൽ വിശ്വരൂപത്തെ കണ്ടതിനെക്കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലയോ കൃഷ്ണ, നിൻ്റെ വായ ഒന്ന് തുറക്കൂ. ഈ കുട്ടികളെല്ലാം പറയുന്നു നീ മണ്ണ് തിന്നു എന്ന്. എല്ലാവരും എന്തിനു നുണ പറയണം? അതുകൊണ്ട് എനിക്ക് നിന്നെ വലിയ വിശ്വാസം പോരാ. വായൊന്ന് തുറക്കൂ. ഐതേ സകലർ വിനിശ്ചിതേ വിമതിച്ചേ വദനം വിദാര്യതാം. വദനം മുഖം വിദാര്യതാം തുറന്നാലും. ഇതി മാതൃവിഭക്ഷിതോ മുഖം വികസ പത്മനിഭം വ്യധാരയ. എപ്രകാരം താമരപ്പൂ വിരിയുന്നുവോ, നല്ലൊരു ഉപമഞ്ഞ് കിട്ടാണ്ടോ? താമരപ്പൂവിൻ്റെ ആ ഒരു വിരിയലിന് ഒരു പ്രത്യേക ഇതുണ്ട് അല്ലേ? വിരിയുന്നത് നമ്മൾ കാണുന്നില്ല, വിരിഞ്ഞതേ കാണുള്ളൂ. പിന്നെ മൊട്ടാണ് കാണുക. അതിപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിനിമയിലോ എങ്ങനെയെങ്കിലും അത് കാണിച്ചതായിട്ട് നമ്മൾ വിഭാവനം ചെയ്യണം. അല്ലാണ്ട് താമര വിരിയുന്നത് കാണില്ല, വിരിഞ്ഞതേ കാണും. വിരിയുന്നതായിട്ട് തന്നെ ഒന്ന് വിഭാവനം ചെയ്യണം. അങ്ങനെയാണ് വായ തുറന്നത്. പൊതുവേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു കൗതുകമുണ്ട്. അത് ഭഗവാനാവുമ്പോൾ മനോഹരമായിട്ട് ആ വായ തുറന്ന് വികസത് പത്മനിഭം, ഒരു താമരപ്പൂ പോലെ മനോഹരമായിട്ട് അനുസരണത്തോടു കൂടിയിട്ട് ആ കുട്ടി വായ തുറന്നു. ഒന്നും മടിച്ചൊന്നുമില്ല. അമ്മ പറഞ്ഞതല്ലേ, നീ വായ തുറന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ കണ്ടോട്ടെ എന്നങ്ങനെ വിചാരിച്ച് ഐതേ സകലർ വിനിശ്ചിത, എല്ലാവരും പറയുന്നു നീ മണ്ണ് തിന്നു എന്ന്. വിമതിശ്ചേ വദനം വിദാര്യതാം, തർക്കം വേണ്ട, വായണ് തുറക്കൂ നോക്കട്ടെ, കുറച്ചെങ്കിലും മണ്ണിൻ്റെ അംശം അവിടെ ഉണ്ടാവുമല്ലോ. ഇതി മാതൃവിഭക്ഷിതോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. അപ്പം എന്തേ കണ്ടത്? അഭിവൃല്ലഭദർശനോത്സുകാഞ്ജനനീ താം ബഹുതർപ്പയന്നിവ. ഭഗവാനോട് നമ്മൾ കുറച്ച് ചോദിച്ചാൽ നല്ലോണം തരുത്തര ചിലപ്പൊക്കെ ഭഗവാനാണ് തോന്നാനുണ്ട്. ഒരു തുള്ളി ചോദിച്ചാൽ ഒരു വർഷം കൊടുക്കുക, ഒരു ഇതൾ ചോദിച്ചാൽ ഒരു വസന്തം കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാൻ വേർപ്പം കനിഞ്ഞാൽ അങ്ങനെയാണെന്നാ. അഭിമൃല്ലഭദർശനോത്സുകാം, കുറച്ചെങ്കിലും മണ്ണ് വായിൽ കാണാൻ ആഗ്രഹിച്ച അമ്മയെ മണ്ണ് കണ്ടിട്ട് അങ്ങോട്ട് തൃപ്തിപ്പെടുത്തികളെ. ഈ മണ്ണ് കാണണമെന്നൊരു തോന്നലുണ്ടാവരുത് എന്ന് വിചാരിച്ച പോലെ ജനനീൻ താം ബഹുതർപ്പയൻ ഇവ, വളരെയേറെ അമ്മയാണ് തൃപ്തിപ്പെടുത്തിക്കളെ. മണ്ണ് കണ്ടിട്ടാണ് മതിയാക്കുക. ഏറ്റവും മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനല്ലേ മണ്ണ്, അതിലപ്പുറം ഒരു മണ്ണുണ്ടോ? പൃഥിവീം നിഖിലാന്ന കേവലം, പൃഥിവി ഭൂമി, നിഖിലാം പിന്നെ ഭുവനാന്യപ്തകില അന്യദീദൃശ, ലോകങ്ങൾ മുഴുവനെ അതിൽ കാണാനുണ്ട്. എന്തൊക്കെയാണ് കാണുന്നത് നിശ്ചയില്ല. ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ അതിലങ്ങനെ കണ്ടു. കുഞ്ചൻ നമ്പ്യാർ കുറേ പറഞ്ഞിട്ടുണ്ടല്ലേ, ചില ദിക്കിൽ കടല്, ചില ദിക്കിൽ സമുദ്രം, കുറേ ദിക്കിൽ കാട്, ആകാശം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഈ ലോകത്തിൽ ഉള്ളതായിട്ടുള്ള ഭുവനാന്യപ്പകില അന്യദീദിശ എല്ലാ ലോകങ്ങളും അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഭഗവാൻ. അഭിമൃല്ലഭദർശനോത്സുകം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീന്നിഖിലാന്ന കേവലം ഭുവനാന്യപ്യകില അന്യദീദിശ. ലോകങ്ങളിലുള്ളതായിട്ടുള്ള എല്ലാവിധ മണ്ണ് മുഴുവനെ ആ വായിലങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അല്പം മണ്ണ് ആഗ്രഹിച്ചതായിട്ടുള്ള
എല്ലാതും അങ്ങോട്ട് കണ്ടതോടെ മണ്ണ് കണ്ടിട്ട് അങ്ങോട്ട് മതിയായി എന്നർത്ഥം. കുഹജിത് വനമമ്പുതി കുജിൽ കുജിതഭ്രം കുഹജിത് രസാതലം മനുജാതനുജാ കുജിത് സുരാ ദിദിശേ കിന്നതദാത്തദാനനെ. നീ പറയണ കുഹജിത് വനം, ഒരു ദിക്കിൽ കാട്, അമ്പുതി കുജിൽ ഒരു ദിക്കിൽ സമുദ്രം, കുജിതഭ്രം ഒരു ദിക്കിൽ ആകാശം, കുഹജിത് രസാതലം താഴ്ത്തോട്ടുള്ള ലോകങ്ങളിലത്തെ ഒന്നാണ് രസാതലം, മനുജാതനുജാ കുജിത് സുര മനുഷ്യന്മാർ, അസുരന്മാർ, സുരന്മാർ, ദേവന്മാർ. ഇപ്പോൾ ദേവന്മാരെയും കണ്ടു അസുരന്മാരെയും കണ്ടു. ആ ലോകമൊക്കെ കാണുന്നത് ലോകമാണ് കാണുന്നത്. ദദൃശേക്കും ന തഥാത്വദാനനെ, അങ്ങയുടെ മുഖത്തിൽ എന്ത് തന്നെ കണ്ടില്ല. കണ്ടത് പറയാൻ പുറപ്പെട്ട കഴിയില്ല, അപ്പം ഇനി എന്ത് തന്നെ കണ്ടില്ല എന്ന് പറയണം. ഭുവൻ ദദൃശേക്കും ന ത്വദാനനെ, അങ്ങയുടെ മുമ്പിൽ, മുഖത്തിൽ, വായിൽ എന്ത് തന്നെയാണ് യശോദ കാണാത്തത്? കലശാംബുദിശായിനം പുനഃപരവൈകുണ്ഠപദാദിവാസിനം സുപുരച്ചന്ദിജാത്മകാത്മകം കഥിതാത്വാന്നദർശസാമുഖേ ഭഗവതുലെ സാ തത്ര ദൃശേ വിശ്വഞ്ജഗസ്താസ്നുചഖം ദിശ സാദൃത്തിഭാപ്തി ഭൂഗോളം സവായു അഗ്നി ഇന്ദുതാരകം. വായു, അഗ്നി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം കണ്ടു. ജ്യോതിചക്രം ജലം തേജോ, എല്ലാ ജ്യോതിർഗോളങ്ങളും നപസ്സാൻവിയദേവച, ആകാശം മുഴുവൻ അങ്ങനെ കാണുകയാണ് എല്ലാം. കലശാംബുദിശായിനം പുന, പാലാഴിയിൽ കിടക്കുന്നതായിട്ടുള്ള ഭഗവാൻ, പാലാഴി ദേശേ ബണിരാജശേഷേ കലശാംബുദിശായിനം പുനഃപരവൈകുണ്ഠപദാദിവാസിനം, വൈകുണ്ഠ അധിവാസനായിട്ട് അനന്തൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന ആ വിഷ്ണുവിനെ ഇങ്ങനെ കാണുകയാണേ. ഉണ്ണിയുടെ വായിൽ എന്താ കഥ? സ്വപുരശ്ചനിജാത്മകാത്മകം കഥിതാത്വാം നദർശസാമുഖേ, അതും കണ്ടു. പാലാഴിയിൽ പണിരാജൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ടുള്ള വിഷ്ണു, അനന്തനായിട്ടുള്ള വിഷ്ണുവിനെ ഇങ്ങോട്ട് കണ്ടതോടുകൂടി ഒരു നിമിഷം യശോദ തത്വജ്ഞാനത്തിൽ മുങ്ങി കണ്ണാടച്ച് സമാധിയിലായി എന്ന് പറയാണ്. ഐതേ സകല വിനിശ്ചിതേ വിമതിച്ചേർവദനം വിദാരിത, മുഖം വായ തുറക്കൂ. ഇതി മാതൃവിഭർത്തിതോ മുഖം വിഗതത് പത്മനിഭം വ്യധാരയ അഭിമൃല്ലപദർശനോത്സുകാം ജനനീൻ താം ബഹുതർപ്പയന്നിവ പൃഥിവീൻ നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യദീദൃശ കുഹചിത് വനമമ്പുതി കുജിൽ കുജിതഭ്രം കുഹചിത് രസാതലം മനുജാതനുജാ കുജിത് സുരാദൃശേ കിന്ന തദാത്വദാനിനെ കലശാംബുതി ശാഹിനം പുനഃപരവൈകുണ്ഠപദാദിവാസിനം സ്വപുരശ്ചനിജാത്മകാത്മകം കഥിതാത്വന്നദർശസാമുഖേ. അതിൻ്റെ ഉള്ളിൽ ഗോകുലവും വന്നു. ആ ഗോകുലത്തിലൊരു യശോദയുണ്ട്, ആ യശോദയുടെ കൃഷ്ണനുണ്ട്. അപ്പോൾ ഈ കൃഷ്ണനെ വായിൽ കണ്ടു. ആ കൃഷ്ണൻ വായ തുറന്നിട്ടുണ്ട്. ഈ ലോകങ്ങളൊക്കെ ആ കൃഷ്ണൻ്റെ വായിലും ഉണ്ട്. അപ്പോൾ അതിലൊരു ഗോകുലം ഉണ്ടാവും. ആ ഗോകുലത്തിൽ കൃഷ്ണ യശോദയുണ്ട്. ഇങ്ങനെ അനവധി കൃഷ്ണന്മാരെ കണ്ടു എന്നാണ്. വായിലൊരു ഗോകുലം, ആ ഗോകുലത്തിലൊരു കൃഷ്ണൻ, ആ കൃഷ്ണനിൽ വേറൊരു ഗോകുലം, അതിലൊരു കൃഷ്ണൻ, അതിൽ വേറൊരു ഗോകുലം എന്ന ക്രമത്തിൽ നിരവധി പ്രതിബിംബങ്ങൾ കണ്ണാടി വെച്ചാൽ ഇങ്ങനെ കാണുന്ന പോലെ ഇല്ലേ? ബാർബർ ഷോപ്പിലൊക്കെ പിന്നാപ്പുറത്തൊരു കണ്ണാടി വെച്ചാൽ അതിൽ അനവധി നമ്മളെ ഇങ്ങനെ കാണാം പ്രതിബിംബം. അതുപോലെ നിരവധി കൃഷ്ണനെയും നിരവധി യശോദയെയും അതിൻ്റെ ഉള്ളിൽ 14 ലോകങ്ങളെയും യശോദ കണ്ടു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.